ഞാൻ രഞ്ജു രാജേഷ്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്, ഒരു വിമൺ എംപവർമെൻറ്റ് കോച്ചാണ്. നമ്മുടെ ചിന്തകളെല്ലാം ഓരോ ഊർജ്ജ രൂപങ്ങളാണ്. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഈ ചിന്തകളെ സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ളവയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചിന്തകളെ സൃഷ്ടിച്ചെടുത്തു എന്ന് പറയാനായിട്ട് സാധ്യമാകില്ല. എഡിസൺ പറഞ്ഞിരിക്കുന്നത്, അതായത് അദ്ദേഹത്തിന് ചില ആശയങ്ങൾ ലഭിക്കുന്നത് പുറത്തു നിന്നുള്ളൊരു സ്രോതസ്സിൽ നിന്നാണെന്നാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തെ പ്രശംസിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ആശയങ്ങളെല്ലാം അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും അത് കണ്ടുപിടിച്ചേനെ. അതായത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈദഗ്ധ്യം ഏറ്റെടുക്കാനായിട്ട് അദ്ദേഹം അത് തയ്യാറായില്ല. ചിന്തകളുടെ കാര്യവും ഇങ്ങനെയാണ്. അവ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, അവയെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അവയെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് ഒരിക്കലും ഉന്മൂലനം ചെയ്തു പോകുന്നില്ല. അവയെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസേരയും നിങ്ങളുടെ ശരീരവും തമ്മിൽ എല്ലാം ഒരേ ഊർജ്ജ കണങ്ങളാണ്. അതായത് ഇപ്പം എല്ലാം ഈ നിങ്ങളുടെ ആ ഒരു കസേരയും നിങ്ങളുടെ ശരീരവും എല്ലാം തന്മാത്രകളാൽ നിർമ്മിതമാണ്. ആ ഓരോ തന്മാത്രയിലും ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം ഉണ്ട്. അപ്പോൾ അതായത് പറഞ്ഞു വരുന്നത്, ഈ ഊർജവും, അതായത് ചിന്തകളാകുന്ന ആ ഒരു ഊർജങ്ങളാകുന്ന ആ ഒരു ചിന്തകളും ഈ ഫിസിക്കൽ പ്രോഡക്റ്റും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. ചിന്തകളെല്ലാം ഓരോ ഊർജ്ജ രൂപങ്ങൾ തന്നെയാണ്, അവയുടെ ആവൃത്തിയിലാണ് വ്യത്യാസമുള്ളത്. അതായത് നിങ്ങളുടെ ഒരു ഫ്രീക്വൻസി എന്താണോ അതേ ഫ്രീക്വൻസിയിലുള്ള ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ തത്വങ്ങളെല്ലാം നമ്മുടെ ജീവിത ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതായത് നമ്മുടെ ചിന്തകളാകുന്ന ആ ഒരു ഊർജ്ജ രൂപത്തിലുള്ള നമ്മുടെ ചിന്തകളെ നമുക്ക് ഫിസിക്കൽ പ്രോഡക്റ്റുകളായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയും. അതായത് നമുക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ചിന്തകളിലൂടെ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും. ആ ചിന്തകളാവുന്ന ഊർജ്ജത്തെ ആ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിലേക്ക്, ആ ഒരു ഊർജ്ജ രൂപത്തിലേക്ക് നമുക്ക് മാറ്റി അവയെല്ലാം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിയും. അപ്പോൾ നല്ല ചിന്തകളിലൂടെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ.